അതിനെ ചില ആളുകൾ കാലോചിതമായി അവർ വരുത്തിയ മാറ്റത്തിനനുസരിച്ച് മാറ്റം കിട്ടാത്തതിന്റെ പേരിൽ അത് ആരുണ്ടാക്കിയ മാറ്റാണ് എന്നറിയോ? കാലോചിതമായ മാറ്റം എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയ മാറ്റമാണ്? മനുഷ്യനുണ്ടാക്കിയ മാറ്റമാണ്. ഇന്നത്തെ ആശയമാണോ മനുഷ്യന്റെ ആശയം നാളെ? അങ്ങനെ പറയാൻ ധൈര്യമുള്ളവനുണ്ടോ? 1400 കൊല്ലം മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചത് എത്രാം പ്രായത്തിലാണ്? ഇതിന്റെ പേരിൽ ചില ആളുകൾക്ക് ഉറക്കം കിട്ടുന്നില്ല. എത്ര കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്? 1400 കൊല്ലം മുമ്പ് നടന്ന സംഭവം. ഇതിന്റെ പേരിൽ ഉറക്കം കിട്ടുന്നില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിന്റെ പരിസരത്തിൽ നടക്കുന്ന ചില തോന്നിവാസങ്ങളുടെ പേരിൽ നിങ്ങൾ ഇന്നത്തെ പത്രം എടുത്ത് വായിച്ചോളൂ. ഏത് പത്രമായാലും ബലാത്സംഗത്തിന്റെ കഥ പറയാത്തൊരു പത്രമുണ്ടോ? ബലാത്സംഗത്തിന്റെ ഒരു കഥ പറയാത്ത പത്രം കാണിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഒരു ദിവസത്തെ പത്രം കാണിക്കാനുണ്ടോ? എന്തെല്ലാം ക്രൂരതകള്, എന്തെല്ലാം നിലക്കുള്ള അഭിമാനം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യരെ കൊന്നുകളയുന്ന സംഗതികള് ഭൂമി ലോകത്ത് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാൻ ആളുകളില്ല. അതിനുവേണ്ടി സിന്ദാബാദ് വിളിക്കാനല്ലാതെ, അതിനു വേണ്ടിയിട്ട് സിന്ദാബാദ് പറയാനല്ലാതെ, അതിനു വേണ്ടിയിട്ട് കൂട്ടുപിടിച്ചു കൊടുക്കാനല്ലാതെ, അതിനു വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും പരിശ്രമിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ അത്തരം തോന്നിവാസങ്ങൾ നടത്താൻ അധികരിപ്പിക്കാനല്ലാതെ ഇവർക്ക് സമയമില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്നത്തെ കാലത്തെ ആചാരപ്രകാരം ഒരു പ്രശ്നവും ഒരാൾക്കും പറയാനില്ലാത്ത സമയത്ത് അവിടുന്ന് വിവാഹം കഴിച്ചതിനെ കുറിച്ചാണ് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം തീരാത്തത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന മാറ്റം ആരുണ്ടാക്കിയതാണ്? 20 വയസ്സാകണം, 30 വയസ്സാകണം, 40 വയസ്സാകണം എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. ആരുണ്ടാക്കിയതാണോ ഈ മാറ്റം? മനുഷ്യനുണ്ടാക്കിയതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മാറ്റങ്ങളെ എല്ലാ കാലത്തും ഇവിടെ ലോകം നശിക്കുന്നത് വരെ മനുഷ്യൻ വിശ്വസിക്കുന്ന ധൈര്യത്തോടെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? 16 വയസ്സ് വരെ വിവാഹം കഴിക്കരുത് എന്ന് വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ 18 ഇത് പറയുന്നുണ്ട്. ഇനി വരുന്ന കാലയളവിൽ എത്ര പറയുന്നു അല്ലാഹു അഅലം. മരിച്ചിട്ട് ഖബറിലെത്തിയാലേ കല്യാണം കഴിക്കാവൂ എന്ന് പറയുന്നത് വരെ ചില ആളുകൾ ശബ്ദിച്ചുകൊണ്ടിരിക്കും. ചില ആളുകളെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണ്? വിവാഹം എന്ന് പറയുന്ന ഈ ഒരു നല്ല ചടങ്ങിനെ ഇല്ലായ്മ ചെയ്ത് മനുഷ്യന്റെ ചാരിത്ര ശുദ്ധിയെ ഇല്ലായ്മ ചെയ്യാൻ ആരൊക്കെയോ കൊണ്ടുവരുന്ന പല ചിന്തകളും അത് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നതല്ല, ദൈവികമല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളല്ല, മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ച് മനുഷ്യൻ കണ്ടെത്തിയ കാര്യങ്ങളാണ്. നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഞാനിത് മറ്റൊരാളോട് വേണ്ടി പറയുന്ന വേളല്ല, ഈമാനുള്ള വിശ്വാസികളോടാണ് എന്റെ വേള്. അതല്ലാത്തവരോടുള്ള വേള് വേറെ പറയാനുണ്ട്, നിരീശ്വരവാദികളോട് പറയാനുള്ളത് വേറെ പറയാനുണ്ട്. ഞാൻ ഈ പറയുന്നത് ഈമാനുള്ള വിശ്വാസികളോടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആ പറയുന്ന പണ്ടത്തെ കാലത്തുള്ളത് മാറ്റൊന്നും ഇന്നും വരുത്താതെ നിലനിർത്തണം എന്ന് നമ്മൾ പറയുന്നില്ലേ? ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഇസ്ലാം 18 വയസ്സാകുന്നതിന്റെ മുമ്പ് വിവാഹം കഴിക്കണം എന്ന് പറയുന്നില്ലേ? ഇസ്ലാം ഒരിക്കലും നിങ്ങൾ 20 വയസ്സാകാതെ വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നില്ലേ? 11 വയസ്സായാൽ വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നില്ലേ? ഇസ്ലാം പറയുന്നത് എന്താണ്? അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. അല്ലേ? വ്യത്യസ്തല്ലേ? എല്ലാരും ഒരുപോലെയാണോ? അല്ല. നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകളെ, ജ്യേഷ്ഠനെ അനുജനെ ഒരു സമയം നിർത്തിയാൽ നമുക്ക് തോന്നും അനുജനെ കണ്ട അയാളാണ് ജ്യേഷ്ഠൻ എന്ന് തോന്നും. ചിലപ്പോ ഇളയ അനുജനായിരിക്കും, ഏറ്റവും ഇളയ അനുജനായിരിക്കും. ചിലപ്പോ ഈ പറയുന്ന ജ്യേഷ്ഠന്റെയും അനുജന്റെയും ഇടയിൽ 4 ആളുകൾ ഉണ്ടാകും. അവസാനത്തെ കുട്ടി ചിലപ്പോൾ ഏറ്റവും മൂത്തവനേക്കാൾ കണ്ടാൽ വലുപ്പം തോന്നും. ഇങ്ങനെ ചില ആളുകളെ കാണലില്ലേ? അവന്റെ ശാരീരിക പ്രകൃതിയാണ്. അവന് ചിലപ്പോൾ നേരത്തെ വിവാഹം കഴിക്കേണ്ട ആവശ്യമുണ്ടാകാം. ഇതുപോലെ സ്ത്രീകളെ കൂട്ടത്തിൽ ഉണ്ടാകാം, പെണ്ണിന്റെ കൂട്ടത്തിൽ ഉണ്ടാകാം. അവരുടെ ശാരീരിക പ്രകൃതിയും അവരുടെ പ്രായവും അതൊക്കെ മാനിച്ചുകൊണ്ടാണ് വിവാഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോ ഇന്ത്യ രാജ്യക്കാരൻ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് വിവാഹത്തിന്റെ പ്രായം നിശ്ചയിക്കണം, അതിൽ സംശയം ഇല്ല. അതേ സ്ഥാനത്ത് ഇസ്ലാം ഇവിടെ പ്രായം നിശ്ചയിക്കാത്തതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരിലും അത് വ്യത്യസ്തമാണ്. എല്ലാവരും ഒരുപോലെ ആകൂല. അങ്ങനെ എല്ലാവരെയും ഒരുപോലെ ആക്കണം എന്ന് പറയുന്ന ആശയം ഒരിക്കലും ഇസ്ലാമിന്റെ ഭാഷയിൽ അത് ശരിയല്ല. നമ്മുടെ ചിന്ത കൊണ്ട് ആലോചിച്ചു നോക്കിയാലും മനുഷ്യൻ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയാൻ നിർവാഹമില്ല. ആളുകളുടെ അതേ സ്വഭാവത്തിനനുസരിച്ച്, ശരീരപ്രകൃതിക്കനുസരിച്ച്, അവന്റെ വളർച്ചക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇന്ന് വരെ ഇനി ഒരു കാലത്തും ഇനി വിവാഹപ്രായത്തിൽ മാറ്റം ഉണ്ടാകൂല എന്ന് പറയാൻ ലോകത്തൊരു കോടതിക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രായം ഞങ്ങൾ പറയും അതൊരിക്കലും മാറ്റം വരുത്തേണ്ടി വരൂല എന്ന് പറയാൻ കഴിയുന്നൊരു പ്രായം അങ്ങനെ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. കാലോചിതമായ
മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ കാലത്ത് മനുഷ്യനുണ്ടായ ചില മാറ്റങ്ങളുടെ കാരണങ്ങളാൽ അവന്റെ ജീവിതത്തിൽ അവന് പറ്റുന്നു എന്ന് തോന്നുന്ന സമയത്ത് അവനത് ചെയ്തു കൊടുക്കുന്നു. എന്നാ 18 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹത്തിന് ആവശ്യമായ ചെറിയ ചിന്താഗതിയും ആലോചനയും ശാരീരിക പ്രകൃതിയും അതിനാവശ്യമായതൊന്നും കിട്ടാത്തതിന്റെ പേരിൽ വിവാഹം കഴിച്ചിട്ട് നമ്മൾ പറയുന്ന 20 കഴിഞ്ഞിട്ടും ഇതുവരെ വിവാഹത്തിന്റെ സുഖത്തെക്കുറിച്ച് ഓർമ്മയില്ലാതെ ജീവിക്കുന്ന പെൺകുട്ടികളെ ലോകത്ത് കാണാനില്ലേ? ഇത് വ്യത്യസ്തമാണ്. ഒരിക്കലും നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞ് തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഇസ്ലാം അവരുടേതായ പ്രായവും അവരുടേതായ ശാരീരിക പ്രകൃതിയും അവരുടേതായ ഭാവങ്ങളും നോക്കിയിട്ടാണ് അത് തീരുമാനിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് കേട്ടോ. എന്നാ എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന ലോകത്തുള്ള ഏത് കണ്ടുപിടുത്തങ്ങളാണെങ്കിലും മാറ്റം വരുത്താത്തതായി ലോകത്തൊന്നും പറയാനില്ല, ലോകത്തൊന്നും കാണിക്കാനില്ല. ആലോചിച്ചു നോക്ക്. നമ്മുടെ മാണിക്കോത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് ഇതേതാ വർഷം? 2025 മാസം ജനുവരി. ഇന്നത്തെയാ ഡേറ്റ്? 24 അല്ലേ? 23 ദിവസം ഈ വർഷം തുടങ്ങിയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഭൂമി ലോകത്ത് മനുഷ്യൻ ഒരുപാട് മാറി, ഒരുപാട് തികഞ്ഞു, ഒരുപാട് മനുഷ്യൻ ഉന്നമനങ്ങളിലെത്തി. ഇത് മനുഷ്യൻ ബാധിക്കുന്ന ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരൊറ്റ ചോദ്യം അവരോട് എനിക്ക് ചോദിക്കാനുണ്ട്. 23 ദിവസേ ആയിട്ടുള്ളൂ 2025 തുടങ്ങിയിട്ട്. ഈ 25 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന മനുഷ്യൻ എന്തെല്ലാം മാറി മാറി ചിന്തിച്ചിട്ടുണ്ട്. ഇതുവരെ കോടികൾ ചെലവഴിച്ച് ആ വലിയ വലിയ സംഗതികൾ ചെയ്തു വെച്ച് 2025 കടന്നു വന്നപ്പോ ആ ചെയ്തതെല്ലാം ഫൗളായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ പലതും ഇല്ലേ? അമേരിക്കക്കാരൻ എത്രത്തോളം പുരോഗമിച്ചു എന്നറിയോ? അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വാഷിംഗ്ടണിലേക്ക് കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജാണ്. എന്താ മെസ്സേജ് ഇതറിയോ? 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് നല്ല കഠിനമായ മഴ പെയ്യും. നമ്മളെ നാട്ടിൽ മഴ പെയ്യുന്നതിന്റെ അറിയിപ്പുണ്ടാകലുണ്ട് അല്ലേ? എങ്ങനെയുണ്ടാകല്? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കലക്ടർ ഇതും കൊണ്ടങ്ങ് കൂടുങ്ങല. കാരണം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാ പറഞ്ഞത്. മഴ പെയ്യൂന്ന് വിചാരിച്ച് ഒരു സ്കൂളിൽ ലീവാക്കിയാൽ പിറ്റേ ദിവസം മഴ പെയ്തില്ലെങ്കിൽ നാട്ടുകാരൊക്കെ പറയും കലക്ടർ വെറുതെ സ്കൂളിൽ ലീവാക്കി, ആ കുട്ടികളെ ക്ലാസ്സൊക്കെ ഒഴിവാക്കിയെന്ന് പറയും. എന്നാ ഇത് കേട്ടിട്ട് കലക്ടർ സ്കൂള് വേണമെന്ന് തീരുമാനിച്ചാലോ കലക്ടർക്ക് പറയാൻ കഴിയോ? കലക്ടർ എന്താ പഠിച്ചോനാണോ? കഠിനകരോരമായ മഴയങ്ങ് പെയ്തുപോയി, കുട്ടികളൊക്കെ സ്കൂളിലാണ്. അപ്പോഴേതാ നാട്ടുകാരൊക്കെ പറയാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടില്ലേ, കാലാവസ്ഥാ നിരീക്ഷകര് നേരത്തെ പറഞ്ഞിട്ടില്ലേ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇയാൾക്കെന്താ? അയാളെ മക്കളെ ചിലപ്പോ ഇവിടെ പഠിക്കുന്നുണ്ടാകൂല, അയാളെ മക്കള് ചിലപ്പോ കോഴിക്കോട് ജില്ലയിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അയാള് കാസർഗോഡ് ജില്ലയിൽ നിന്ന് സ്കൂൾ വെച്ചത്. അയാളെ മക്കൾക്കൊന്നും വരാനില്ലല്ലോ, നമ്മളെ മക്കൾക്കല്ലേ വരാനുള്ളത്. യഥാർത്ഥത്തിൽ ആരാ കുടുങ്ങിയത്? ഈ കാലാവസ്ഥാ നിരീക്ഷകരുണ്ട്. കലക്ടർ കുടുങ്ങി, ഉമ്മമാര് കുടുങ്ങി, നാട്ടുകാര് കുടുങ്ങി, ഇഷ്ടപ്പെട്ടവരെ കുടുങ്ങി. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള ശാസ്ത്രത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത്. അമേരിക്കക്കാരൻ പുരോഗമിച്ച് എവിടെ എത്തിയെന്നാ ഞാൻ പറയുന്നത്. മഴക്കാറിന്റെ ആ മഴയുടെ കാറ് താഴേക്ക് ഇറങ്ങുന്ന സമയമെത്തുമ്പോഴേക്ക് ആപ്പിളിന്റെ മൊബൈൽ ഫോണിൽ മെസ്സേജ് വന്നു കഴിഞ്ഞു, 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് മഴ പെയ്യും. ഞാനിങ്ങനെ എന്റെ വാച്ചിലേക്ക് നോക്കി, മൊബൈലിലേക്ക് നോക്കി, സമയം കൃത്യം 10 മിനിറ്റ് പൂർത്തീകരിച്ചപ്പോ നല്ല ശക്തമായ മഴ പെയ്തു. അമേരിക്കക്കാരും പുരോഗമിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, മനുഷ്യൻ പുരോഗമിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതേ 10 മിനിറ്റ് മഴ പെയ്ത് തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ അടുത്ത മെസ്സേജ്, ഇത്ര മണിയാകുമ്പോൾ മഴ നിന്നു പോകും. ഞാനതും പരിശോധിച്ചു, കൃത്യസമയം മഴയങ്ങ് നിന്നുപോയി.
മനുഷ്യൻ ഇങ്ങനെ ശാസ്ത്രത്തെ പുരോഗമിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം മഴ പെയ്യണ്ട എന്ന് വിചാരിച്ചാൽ ആപ്പിളിന്റെ മൊബൈൽ ഫോണുകാരന് മഴ പെയ്യിപ്പിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല. മുസ്ലിയാരെ പല തന്ത്രങ്ങളും ഒരുപാട് രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മഴ പെയ്യിപ്പിക്കാനുണ്ട്. പെയ്യിപ്പിച്ചാലും എത്ര പെയ്യിപ്പിക്കാൻ കഴിയും? ഇല്ല, ഇല്ല. മനുഷ്യൻ ഒരിക്കലും സാധ്യമേ അല്ല. അത് ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിന്റെ തീരുമാനത്തെ മറികടക്കുന്ന രൂപത്തിൽ ഒരു തീരുമാനത്തെ എടുക്കാൻ കഴിയുന്നൊരു സിട്ടിയെ ലോകത്ത് കാണാനില്ല. അമേരിക്കക്കാരൻ ഈ നിലക്ക് ശാസ്ത്രത്തെ പുരോഗമിപ്പിച്ചെടുത്തു. എന്നിട്ടോ അവരുടെ നാടുകളിൽ എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അതാ കാട്ടുതീ പടർന്നു പിടിക്കുമെന്നതിന്റെ കാരണത്താൽ ഓരോ വീടുകളിലും ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചു, ഡോളറുകൾ ചെലവഴിച്ചു, നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ ബില്യണുകൾ ചെലവഴിച്ചു. എന്തിനാ ചെലവഴിച്ചത് എന്നറിയോ? അവിടെ തീപിടുത്തമില്ലാതിരിക്കാനാണ്. ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിന്റെ തീരുമാന പ്രകാരമുള്ള തീയങ്ങ് വന്നപ്പോൾ തടുക്കാൻ കഴിയുന്ന ശക്തി ഉണ്ടായില്ല, തടുക്കാൻ കഴിയുന്ന ശാസ്ത്രമുണ്ടായില്ല, തടുക്കാൻ കഴിയുന്ന ഒന്നുമുണ്ടായില്ല. കത്തിയങ്ങ് നശിച്ചുപോയി. അല്ലാഹു നമ്മളെയും ഇഷ്ടപ്പെടുന്നവനെയും സർവരെയും കാത്തുരക്ഷിക്കട്ടെ. കത്തിയങ്ങ് തീർന്നു പോകുമ്പോൾ ശാസ്ത്രത്തിന് എന്താ പറയാനുള്ളത്? ഇനി അതിനേക്കാൾ ഇപ്പോൾ ഉണ്ടായ അപകടം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിനെയും മറികടക്കുന്ന ഒരു അപ്ഡേറ്റിന്റെ ആവശ്യമുണ്ട്. അല്ലെ? ഇപ്പൊ തീപിടിച്ചത് കണ്ടപ്പോ പറയാണ്, അന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചത് ഇതുവരെ ഉണ്ടായിരുന്ന അപകടങ്ങൾ എങ്ങനെയാണോ അത് നോക്കിയിട്ട് അതിന് പറ്റുന്ന രൂപത്തിൽ തടയാനുള്ളതാ കണ്ടുപിടിച്ചത്. അതിനെയും അപ്പുറത്ത് കവർന്നു തിന്നുകൊണ്ട് കാലാവസ്ഥ മനുഷ്യനെ കൊന്നുപോയി. കാലാവസ്ഥ മനുഷ്യന്റെ സമ്പത്ത് അപഹരിച്ചെടുത്തു പോയി. ഇനി അതിനെയും കവരുന്ന രൂപത്തിൽ, അതിനെയും തകർക്കാൻ പറ്റുന്ന രൂപത്തിൽ മനുഷ്യൻ പുതിയ കണ്ടുപിടുത്തവുമായി വരികയാണ്. മാർക്കറ്റിൽ എന്തിനാണ് ഇത് ചെലവഴിക്കുന്നത്? പണമുണ്ടാക്കാനാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ തീ പിടിച്ചത് തടയാൻ എന്താണോ വഴി കണ്ടെത്തിയത്, ആ ഒരു വഴി ഇപ്പോൾ തടയുന്ന രൂപത്തിൽ ശാസ്ത്രം പുരോഗമിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഏതുവരെ ഇത് നിലനിന്ന് പോകും? നാട്ടുകാരാകുന്ന നാട്ടുകാർ ഇത് മുഴുവനും വാങ്ങും. ഏതുവരെ വാങ്ങും? അടുത്ത തീപിടുത്തം വന്നിട്ട് ഇതിനെയും തിന്നുകളയുന്നൊരു സാധനം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് വരെ ശാസ്ത്രത്തിന് അതേ മാർക്കറ്റാ, അമേരിക്കക്കാരന് വിൽപ്പന വസ്തുവാ.